കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചീരച്ചേമ്പിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. ഇതാണ് നമുക്ക് ചീരച്ചേമ്പ് എങ്ങനെ കറി വയ്ക്കുമെന്ന് നോക്കാം കേട്ടോ. ചീരച്ചേമ്പ് പറിച്ചുകൊണ്ടുവന്ന് അതിൻ്റെ തണ്ടിന്മേൽ ഇതുപോലുള്ളൊരു തൊലിയുണ്ട്, അത് കളഞ്ഞതിന് ശേഷം ചീരച്ചേമ്പിൻ്റെ ഇലയും തണ്ടും കൂടെ ചേർത്ത് ഇതുപോലെ അരിയാം. കട്ടിംഗ് ബോർഡോ കയ്യിൽ ഇതുപോലെയൊക്കെ നമുക്ക് അരിയാം. അതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് കടുക് പൊട്ടി കഴിയുമ്പോഴേ സബോള, പച്ചമുളക്, വേപ്പിലയൊക്കെ പച്ചക്കുത്ത് മാറുന്ന വരെ വാട്ടുക. വാട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതുകൊണ്ട് ചേർത്ത് കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചീരച്ചേമ്പ് ചേർത്ത് അതിൻ്റെ കൂടെ പാകത്തിന് ഉപ്പും ചേർക്കണം. 5 മിനിറ്റൊക്കെ വേവിച്ചാൽ തോരൻ റെഡിയായി കിട്ടും. ചീരച്ചേമ്പിൻ്റെ തോരൻ അത് എപ്പോഴും മൂടി വയ്ക്കേണ്ട, ഒരു പ്രാവശ്യമൊക്കെ മൂടി വെച്ചാൽ മതി. ചീരച്ചേമ്പിൻ്റെ തോരൻ റെഡിയായി. ഇത് നല്ല പോഷക സമൃദ്ധം കൂടിയാണ്. ഇത് ചൂടോട് കൂടി ഉപയോഗിക്കാനാണ് ഏറ്റവും നല്ലത്. ചൂടാറിയാൽ നല്ല ടേസ്റ്റൊന്നും